അൻവറിന് ഒരു വിജയസാധ്യതയുണ്ടോ? അൻവർ വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണോ? അൻവർ തന്നെ അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അൻവർ ഇതിനു മുമ്പ് ജയിച്ചതല്ല LDFിൻ്റെ വോട്ട് കൊണ്ടാണ്. ആ വോട്ട് സ്വരാജാണ് കൊണ്ടുപോകുക. അപ്പോൾ അൻവറിന് എത്ര വോട്ട് നേടാൻ കഴിയും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അൻവർ ഒരു 5000-നും 10,000-നും ഇടയ്ക്ക് വോട്ട് നേടും എന്ന് അങ്ങനെ വലിയ രാഷ്ട്രീയ പാണ്ഡിത്യം ഇല്ലാതെ തന്നെ നോക്കുന്ന ആൾക്ക് മനസ്സിലാവും. 5000-നും 10,000-നും ഇടയ്ക്ക് വോട്ട് നേടിയേക്കാം, ചിലപ്പോൾ അതിലും കുറഞ്ഞു പോകാം. പക്ഷേ അൻവർ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വോട്ട് പെർസെൻറ്റേജ് എത്രയാണെന്ന് അനുസരിച്ചിരിക്കും. കുറഞ്ഞത് ഒരു 15%-നും 20%-നും ഇടയിൽ വോട്ട് നേടി ഒരു നല്ല മത്സരം അവിടെ കാഴ്ചവെച്ചാൽ, അതായത് LDF-UDF ഫൈറ്റിനെ വളരെ തിൻ മജോറിറ്റിയിൽ മാത്രം ജയിക്കാൻ കഴിയുന്ന ഒരു മത്സരമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ അൻവറിൻ്റെ രാഷ്ട്രീയമല്ല, അൻവർ എന്ന രാഷ്ട്രീയ വ്യക്തിക്ക് ഭാവിയിൽ തുടരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്യും? അൻവറിനെ അപ്രസക്തനാക്കും. അപ്പോൾ അൻവർ എത്ര വോട്ട് കൂടുതൽ നേടുന്നു, അൻവർ നേടുന്ന കൂടുതൽ വോട്ടുകൾ അത് എവിടെ നിന്ന് കാർവ് ചെയ്യും എന്നുള്ള കാര്യവും ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അൻവറിന് ഈ രണ്ട് മുന്നണികളിലും ഒരുപോലെ പിന്തുണയുണ്ട്. കാരണം അൻവറിൻ്റെ ബേസ് എന്ന് പറയുന്നത് LDF ആണ്. നിലവിൽ LDFിൽ നിന്നാണ് അദ്ദേഹം ഇറങ്ങി വന്നത്. അദ്ദേഹത്തിന് കൂടെയുള്ള പല ആളുകൾ ഇപ്പോൾ LDF പഴയ CPM-കാരോ LDF-കാരോ ഒക്കെയാണ്. അൻവറിന് ഒരേ സമയം തന്നെ LDFിൻ്റെയും UDF-ൻ്റെയും വോട്ട് കാർവ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് അൻവർ ആർക്ക് സ്പോയിലറാവും എന്ന് പറയാൻ കഴിയാത്തത്. അൻവർ എത്ര കൂടുതൽ വോട്ട് പിടിക്കുന്നു അത്ര ടൈറ്റ് മത്സരം ഉണ്ടാവും. പക്ഷേ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഏതാണ് എന്ന് ഇപ്പോൾ അൻവറിന് പോലും തിട്ടമുണ്ടാവില്ല. അൻവറിന് പോലും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.